എവിടെങ്ങും ഇല്ല. നീ എന്താ പറയുന്നേ? ഇതൊക്കെ സൂക്ഷിക്കണ്ടേ പാറു? ഇവിടെ എല്ലായിടത്തും ഒന്നുകൂടെ നോക്ക്. എന്ത് പറ്റി? നിങ്ങളെല്ലാം എന്താ തിരയുന്നത്? നീ എവിടെയായിരുന്നു? നിന്നെ ഒരു കാര്യം ഏൽപ്പിച്ച എന്നെ പറഞ്ഞാ മതി. അതിന് ഞാൻ എന്താ ചെയ്തത്? പാറു നിന്നെ ഏൽപ്പിച്ച പെൻഡ്രൈവ് എവിടെ? അത് ഞാൻ മുക്തയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു. നീ എന്തിനാ അവൾക്ക് കൊണ്ടുപോയി കൊടുത്തത്? നിങ്ങളെല്ലാം ലാപ്ടോപ്പ് വേണമെന്ന് പറഞ്ഞത്. അവളുടെ കയ്യിൽ ലാപ്ടോപ്പ് ഉള്ള കാര്യം എനിക്ക് ഓർമ്മ വന്നു. അതാ പെൻഡ്രൈവ് ഞാൻ അവളുടെ കയ്യിൽ കൊടുത്തിട്ട് വന്നത്. അവളത് കോപ്പി ചെയ്തിട്ട് നമ്മളെ വിളിക്കും. അപ്പോ അത് പോയി വാങ്ങിയാ മതി. എടി നീ ശരിക്കും മണ്ടിയാണോ അതോ മണ്ടിയായിട്ട് അഭിനയിക്കുവാണോ? അയ്യോ, എനിക്ക് അഭിനയിക്കാനൊന്നും അറിയില്ല. എടി, മുക്തിയിൽ നിന്ന് ഇതെല്ലാം മറക്കാനല്ലേ നമ്മളെല്ലാവരും ഇത്രയും കഷ്ടപ്പെട്ടത്. അവളുടെ അടുത്ത് പെൻഡ്രൈവ് കൊണ്ടു കൊടുക്കുന്ന നിനക്ക് വട്ടുണ്ടോ? അവൾ ആ പെൻഡ്രൈവിലുള്ളത് എല്ലാം ഡിലീറ്റ് ചെയ്ത് എല്ലാം വെറുതെ ആവും. സംസാരിച്ച് നിൽക്കാതെ വേഗം വാ വാ. ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാനുള്ള സമയമില്ല. അവർക്ക് എന്തെങ്കിലും സംശയം തോന്നാൻ മാത്രം എന്തെങ്കിലും ഉണ്ടായാൽ മതി, എല്ലാം കൊള്ളവും. പെട്ടെന്ന് എല്ലാം ഡിലീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് കൈലാഷിന്റെ വീട്ടിൽ പോയി ഹാർഡ് ഡിസ്കിലുള്ള കോപ്പിയും കൂട്ടി ഡിലീറ്റ് ചെയ്യണം. അത്രയും ചെയ്താൽ പിന്നെ മനസ്സമാധാനായിട്ടിരിക്കാം. ആരാ? വന്നു. ഞാനേ ഇപ്പൊ പെൻഡ്രൈവ് ലാപ്ടോപ്പായിട്ട് കണക്ട് ചെയ്തതേ ഉള്ളൂ. പെട്ടെന്ന് കോപ്പി ചെയ്തിട്ട് ഞാൻ തരാവേ. എന്താ പാർവതി? ഇത് കാണാനുള്ള വഴിയൊക്കെ ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്. നിന്റെ സഹായമൊന്നും വേണ്ട. നല്ല ആളോടാ നീ സഹായം ചോദിച്ചത്. വാ ഇങ്ങോട്ട്. അമ്മ ആരെയാ അന്വേഷിക്കുന്നത്? ആരെയില്ല. നീ പോയി പൂവും മാലയും വാങ്ങിച്ചിട്ട് വാ. ശരി. നല്ലത് നോക്കി വാങ്ങണം. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നമുക്കുള്ളിലേക്ക് പോവാം. എന്തിനാ ധൃതി പിടിക്കുന്നേ? പതുക്കെ കയറാം. അമ്പലത്തിലേക്ക് വന്നത് തൊഴാൻ വേണ്ടിയല്ലേ? ഇങ്ങനെ പുറത്ത് കാത്തു നിൽക്കുന്ന എന്തിനാ? അമ്മ ആരെയാ കാത്തു നിൽക്കുന്നേ? നമ്മൾ ഇവിടെ എത്തുമ്പോഴേക്കും പാറു എത്താന്ന് പറഞ്ഞതല്ലേ? എന്നിട്ട് അവളെ കാണുന്നില്ലല്ലോ, അതാ നോക്കുന്നത്. ഇവിടെ ഇല്ലാത്ത ആളെ തേടിയിട്ട് ഒരു കാര്യവും ഇല്ല. അവൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഫോൺ ചെയ്യാതിരിക്കോ? അമ്മയുടെ മരുമോളെ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. അവള് വരുന്നിടം വരെ കാത്തു നിൽക്കാൻ അമ്മയുടെ തീരുമാനമെങ്കിൽ നല്ല നേരം കഴിയുന്നിടം വരെ നമ്മൾ ഇവിടെ തന്നെ കാത്തു നിൽക്കേണ്ടി വരും. നീ ഇങ്ങനെ അപശകുനം പറയല്ലേ. പാറു വന്നോളൂ. ആ, പ്രിയൻ വരുന്നുണ്ട്. അവന്റെ മുമ്പിൽ വെച്ച് ഓരോന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കണ്ട. ഇത് അമ്പല, മറക്കണ്ട. അമ്മേ, ഇതുപോരെ? മതി. നീ പാറുവിനെ ഒന്ന് വിളിക്കേ. അവൾ എവിടെ എത്തിയെന്ന് അറിയാലോ. ശരി. അമ്പലത്തിന്റെ അകത്ത് കയറിയിട്ട് വിളിച്ചാ പോരെ? എന്തിനാ അമ്പലത്തിന്റെ പടിക്കൽ ഇങ്ങനെ നിൽക്കുന്നേ? ഒരു കുടുംബമായി അമ്പലത്തിലേക്ക് തൊഴാൻ വരുമ്പോ ഒരുമിച്ച് കയറുന്നതാ ശരി. കുറച്ചു നേരം കാത്തു നിന്നാ എന്താ കുഴപ്പം? നീ കോൾ ചെയ്തിട്ട് ഫോൺ എനിക്ക് താ മോനെ. ശരി.